എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരു മൂൺ ലാമ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് അതിന് ചുറ്റും ടിഷ്യൂ പേപ്പർ, ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വരുന്നത് കേട്ടോ. അതൊരു 3-4 ലെയറായിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രൈ ആക്കാം. ഈ ഡ്രൈ ചെയ്യുന്നതൊക്കെ കുറച്ചധികം ദിവസം മുമ്പ് ചെയ്ത് വെച്ചാണ് കേട്ടോ. വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒന്ന് എടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ബലൂൺ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഞാൻ അങ്ങ് പോയി കിട്ടും. ഈ വീഡിയോയിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ന്യൂ ഇയർ നല്ല തുടക്കമായിരുന്നു മൊത്തത്തിൽ. ഇതിന് ശേഷം ഒരു സ്റ്റാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്തെങ്കിലും അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനവിടെ സ്ട്രോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അധികം നീളം വേണ്ടാത്തതുകൊണ്ട് ഞാനത് പകുതി വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കത് സ്ക്വയറായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 3 സ്ക്വയർ ടൈപ്പിൽ 3 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ക്വയറുകൾ തമ്മിൽ പരസ്പരം ഒട്ടിക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഗ്ലൂഗൺ താഴെ പോയപ്പോൾ അത് എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് ഷോക്കടിച്ച്. പിന്നെ എല്ലാം ഭയങ്കര സ്പീഡായിരുന്നു. കുറച്ച് നേരത്തേക്ക് പേടിച്ചതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ മൂൺ ലൈറ്റ് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യണ മുമ്പ് ആ സ്പോട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് നേരത്തേക്ക് എൻ്റെ കിളി പോലും ഉണ്ട്. ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത്. ആ ഗ്ലൂഗൺ ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നത് ഷോക്ക് അടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇത് ഞാനവിടെ മൊത്തം ഓഫ് ചെയ്തിട്ട് ഉള്ള ഹീറ്റിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ മൊത്തം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തത്. ഇതിന് മുമ്പ് ഞാനന്ന് ആ സ്ട്രോ പെയിൻറ്റ് ചെയ്യണമെന്ന് വെച്ചതാണ്. അപ്പോൾ അത് നടന്നില്ല. ശേഷം ഞാനപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് ഇതും ഞാൻ ഗൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ സ്റ്റാൻഡിലോട്ടൊന്ന് ഉറപ്പിച്ചെടുത്തത്. അതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നതും ലൈറ്റെല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു. ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് അടിക്കണം എന്നാണ് വിചാരിച്ചത്. അതില്ലാണ്ടായപ്പോൾ ഞാൻ ഒരു 3-4 കളർ മിക്സ് ചെയ്തിട്ട് ബ്രൗൺ ആക്കാൻ നോക്കിയതാണ്. അത് വേറെ ഏതൊരു കളറായിപ്പോയി. പിന്നെ അതന്നെ വെച്ചങ്ങ് അടിച്ചെടുക്കണമായിരുന്നു. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.